ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൈ ഗോൾഡൻ ബ്ലഡ് എന്ന സീരീസിൻ്റെ 11ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുമ്പേ പറയാനുള്ളത്, ഇനി അങ്ങോട്ടേക്ക് ഡെയിലി വീഡിയോസ് ഒന്നും അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. കാരണം ഞാനാണെങ്കിൽ എൻ്റെ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 1.5 months ആയി. ഇത്രയും ദിവസം വലിയ പ്രശ്നമില്ലാതെ പോകുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫൈനൽ ഇയർ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ട് ഞാൻ നല്ലതുപോലെ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡെയിലി വീഡിയോസ് എനിക്ക് ഇടാൻ പറ്റിയെന്ന് വരത്തില്ല. എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കിടക്കാം. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയാണ് കാണിക്കുന്നത്. ഒരു ഹസ്ബൻഡും വൈഫും അവരുടെ കുഞ്ഞും കൂടെ ആയിട്ട് കാറിൽ പോകുന്ന ടൈമിന് ഹസ്ബൻഡ് അയാളുടെ വൈഫിനോട് പറയാണ്, എൻ്റെ ദേഹത്തുള്ളത് ഗോൾഡൻ ബ്ലഡ് എന്ന് പറഞ്ഞ തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ബ്ലഡാണ്. അതെല്ലാം വാമ്പയേഴ്സിന് വേണമെന്ന് ആഗ്രഹിക്കുന്ന ബ്ലഡാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി വാമ്പയേഴ്സ് എൻ്റെ പുറകെ നടന്ന് എന്നെ ശല്യം ചെയ്യുന്നുണ്ടെന്ന്. ഇതൊക്കെ പറയുമ്പോഴത്തേക്കും വൈഫൊന്ന് ടെൻഷനാവുന്നുണ്ട്. അതേ ടൈമിന് തന്നെ ഇവരുടെ വണ്ടി ആക്സിഡൻ്റ് ആവാണ്. പെട്ടെന്ന് തന്നെ എന്തോ അപകടം സംഭവിക്കാൻ പോകുന്ന മനസ്സിലാകുമ്പോൾ വൈഫാണെങ്കിൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ആ ടൈമിൽ തന്നെ ഒരു വാമ്പയർ വന്നിട്ട് ആ ഹസ്ബൻഡിൻ്റെ കഴുത്തിലേക്ക് കടിക്കുന്നുണ്ട്, ബ്ലഡ് കുടിക്കുന്നുണ്ട്. കാരണം അയാൾ ഗോൾഡൻ ബ്ലഡുള്ള ആളാണല്ലോ. അപ്പോഴാണ് ആ വാമ്പയർ ആരാന്ന് കാണിക്കുന്നത്. മറ്റാരുമല്ല, താര തന്നെയായിരുന്നു. അങ്ങനെ താര അയാളുടെ ബ്ലഡ് കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ അയാളുടെ വൈഫിൻ്റെ പുറകെ ചെല്ലാണ്. അങ്ങനെ വൈഫിൻ്റെ അടുത്തെത്തി കഴിയുന്നതും അവർ പറയുന്നുണ്ട് ഞങ്ങളൊന്ന് വെറുതെ വിടാനായിട്ട്. എന്നാൽ കേൾക്കുന്നില്ല. താര ഉടനെ തന്നെ ആ വൈഫിനെ കൊന്നുകളയാണ്. നോക്കുമ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു കുഞ്ഞായിരുന്നില്ല. കുഞ്ഞിനെ അവർ മറ്റെവിടെയോ രക്ഷപ്പെടുന്ന സമയത്ത് സേഫായിട്ട് മാറ്റിയിട്ട് ഒരു പാവേനെ കയ്യിൽ വെച്ചുകൊണ്ടായിരുന്നു ഇവരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഓടിയത്. എന്നാൽ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടിട്ട് താര മനസ്സിലാക്കി കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്, ആ കുഞ്ഞിനെ എടുക്കുന്നുണ്ട്. എന്നാൽ താര ആ കുഞ്ഞിനെ ഒന്നും ചെയ്യുന്നില്ല. കാരണം ആ കുഞ്ഞിൻ്റെ ഉള്ളിലും ഗോൾഡൻ ബ്ലഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് ഭാവിയിൽ അവൻ്റെ ആ ഒരു ഗോൾഡൻ ബ്ലഡ് കിട്ടാനായിട്ട് താര ആ ഒരു കുഞ്ഞിനെ സേവ് ചെയ്യാണ്. ആ കുഞ്ഞ് മറ്റാരുമല്ല, ടോങ് തന്നെയാണ്. അങ്ങനെ താരയാണ് ടോങ്ങിനെ നേരെ ഓർഫനേജിൽ കൊണ്ട് നുവൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ആ സമയം താര തന്നെയാണ് അത് ഫസ്റ്റ് പറഞ്ഞുണ്ടാക്കിയത്. അതായത് ടോങ്ങിന് വയ്യാത്തതാണ്, അവൻ്റെ കൈ എങ്ങാനും മുറിഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് വരുന്ന നിൽക്കത്തില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഇത്രയും വർഷം നുവനാണെങ്കിൽ അവനെ പൊന്നുപോലെ പുറത്തൊന്നും കളിക്കാൻ പോലും വിടാതെ നോക്കിയത്. ആ ടൈമിനെ മാർക്ക് വാമ്പയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ടോങ്ങിനെ ആ ഓർഫനേജ് കൊണ്ടാക്കിയ ഒരു മൊമെൻറ്റ് തൊട്ടേ മാർക്കിൻ്റെ അടുത്ത് താരയാണെങ്കിൽ നീ ഇന്ന് തൊട്ട് ടോങ്ങിനെ നോക്കിക്കോണം, അവന് 21 വയസ്സാവുന്ന വരെ നീ അവനെ പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം അവൻ ഗോൾഡൻ ബ്ലഡുള്ള പയ്യനാണ്, അവനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണെന്നൊക്കെ പറയുന്നുണ്ട്. താര മാർക്കിൻ്റെ മുന്നിൽ ഇത്രയും നല്ലവളായിട്ട് നിന്നിട്ട് ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ആക്ച്വലി അവൻ 21 വയസ്സാകുമ്പോൾ അവൻ്റെ ബ്ലഡായിരുന്നു താരയ്ക്ക് വേണ്ടിയിരുന്നത്. അങ്ങനെ പിന്നീട് പ്രസൻറ്റ് സിറ്റുവേഷൻ കാണിക്കുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ അതേ സീൻ തന്നെയാണ് കാണിക്കുന്നത്. ടോങ് ഇപ്പോൾ ആ ഒരു റൂമിൽ പെട്ട് കിടക്കുമ്പോൾ താരേനെ വിളിക്കുന്നുണ്ട്. എന്നാൽ താര അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് നീയാണെങ്കിൽ ആരുടെ ഫാമിലി ആവാനായിട്ട് വന്നതല്ല, നീ എനിക്കുള്ളതാ. നിൻ്റെ ഇതേത്തുള്ള ഓരോ തുള്ളി ചോരയും എനിക്ക് മാത്രമുള്ളതാ, നീ പേടിക്കണ്ട. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിനക്ക് വേദന ഇല്ലാത്തൊരു മരണം ഞാൻ തന്നെ നിനക്ക് തന്നോളാം എന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ് അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ എന്നെ പറ്റിക്കുവായിരുന്നല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ താരയാണെങ്കിൽ നീ ഒരു നല്ല പയ്യൻ തന്നെയാണ്, പക്ഷേ എന്ത് ചെയ്യാനാ, എനിക്കാണെങ്കിൽ ഇത്രയും കാലം ഞാൻ പടുത്തുയർത്തിയ സാധനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ, അതുകൊണ്ട് എനിക്ക് നിൻ്റെ ബ്ലഡ് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറയാം. ആ സമയം ടോങ് മുമ്പൊരു ദിവസം നഗാൻ അവൻ്റെ അടുത്ത് ഇതുപോലെയാണ് താര നിന്നെ വെറുതെ വിടുന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്, നിനക്ക് 21 വയസ്സായി കഴിഞ്ഞാൽ നിൻ്റെ ഗോൾഡൻ ബ്ലഡ് അവർ കുടിക്കുമെന്നൊക്കെ പറഞ്ഞ കാര്യം എല്ലാം തന്നെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അന്ന് അവൻ നഗാനെ വിശ്വസിച്ചില്ല, ഇന്ന് അവൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താരയുടെ അടുത്ത് നിങ്ങൾ മറ്റുള്ള വാമ്പേഴ്സിനെ പോലെ ഒരു വൃത്തിയായിട്ട ആളാണെന്നിങ്ങനെ പറയുമ്പോൾ താരയാണെങ്കിൽ പക്ഷേ ഇത്രയും കാലം നിന്നെ വളർത്തിയത് ഞാനാണെങ്കിൽ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ, മാർക്ക് ഞാൻ പറഞ്ഞിട്ട് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ നേരം കൊണ്ട് വേറെ ഏതെങ്കിലും വാമ്പേഴ്സ് നിൻ്റെ ബ്ലഡ് കുടിക്കുകയും ചെയ്തേനെ, നീ മരിക്കുകയും ചെയ്തേനെ. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയാൻ നിനക്ക് പറ്റത്തില്ല, ഈ ബ്ലഡ് എനിക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് താര അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുകയാണ്. ഇതേസമയം മാർക്കിനെ നഗാനെ കാണിക്കുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ നഗാൻ മാർക്കിൻ്റെ അടുത്ത് ഒരുവിധം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ മാർക്കാണെങ്കിൽ അത് മൊത്തത്തിൽ വിശ്വസിച്ചില്ല. അങ്ങനെ ഇപ്പോൾ കാണിക്കുമ്പോഴത്തേക്കും നഗാൻ വീണ്ടും പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ടോങ്ങിൻ്റെ അടുത്തേക്ക് ചെല്ല്, അവൻ 21 വയസ്സായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ താര അവനെ കൊന്ന് അവൻ്റെ ബ്ലഡ് കുടിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ മാർക്ക് അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്ന് പറയാണ്. വീണ്ടും തിരിച്ച് ടോങ്ങിനെയും താരേനെയും കാണിക്കുമ്പോൾ താര പോകാനായി നിൽക്കുന്ന സമയം ടോങ് പറയുന്നുണ്ട് മാർക്ക് തിരിച്ചു വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ അവനോട് പറഞ്ഞു കൊടുക്കുമെന്ന്. എന്നാൽ താരയാണെങ്കിൽ അവനാണെങ്കിൽ നീ പറയുന്നത് വിശ്വസിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, ഇത്രയും വർഷം അവനെ നോക്കിയത് ഞാനാ, എനിക്കാണെങ്കിൽ അവൻ്റെ അമ്മയുടെ സ്ഥാനമാണ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ പറയുന്നതല്ലാതെ അവൻ വേറൊന്നും വിശ്വസിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ടോങ് ഇല്ല, ഞാൻ പറഞ്ഞാൽ അവൻ വിശ്വസിക്കുമെന്ന് തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ആ സമയം താര അവിടെ നിന്ന് പോകുന്നുണ്ട്. വീണ്ടും നഗാനെയും മാർക്കിനെയും കാണിക്കുമ്പോൾ നഗാൻ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീയാണെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് ശ്രദ്ധിച്ച് കണ്ണ് തുറന്ന് എല്ലാം നോക്ക്, അവരാണെങ്കിൽ നിന്നെ ഉപയോഗിക്കുക, ഇനിയിപ്പോൾ നിൻ്റെ മുന്നിൽ വെച്ച് തന്നെ നിൻ്റെ ബോയ് ഫ്രണ്ടായിട്ടുള്ള ടോങ്ങിൻ്റെ ചോര അവർ കുടിക്കും.
നീ വേഗം തന്നെ എന്തെങ്കിലും ചെയ്ത് താരേനെ ഒഴിവാക്ക്, ഇല്ലെങ്കിൽ ടോങ്ങിനും മറ്റ് വാമ്പേഴ്സിനും അപകടമാണ്. ആ ഗോൾഡൻ ബ്ലഡിൻ്റെ പവർ വീണ്ടും അവരുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം അതോടെ തീർന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം മാർക്കാണെങ്കിൽ എന്തോ ആലോചിക്കുന്നുണ്ട്. പിന്നീട് ടോങ് ആണെങ്കിൽ കുറേ നേരം കഴിയുമ്പോഴത്തേക്കും ആ ഒരു റൂമിൽ തന്നെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആരെങ്കിലും വരണേന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം മാർക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ മാർക്ക് വരുന്നതും ടോങ് മാർക്കിൻ്റെ അടുത്ത്, മാർക്ക് താര നമ്മൾ വിചാരിക്കും പോലെ ഒരാളല്ല, അവരാണെങ്കിൽ എൻ്റെ ബ്ലഡ് കുടിക്കാനായിട്ട് നിൽക്കുക. എനിക്ക് 21 വയസ്സായ ഉടനെ തന്നെ അവരെൻ്റെ ബ്ലഡ് കുടിക്കും. നമുക്ക് അവർ വരുന്നതിന് മുമ്പ് ഇവിടുന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ മാർക്ക് ടോങ്ങിൻ്റെ അടുത്ത് താര അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ ടോങ് ആണെങ്കിൽ ഞാൻ പറയുന്നതെന്ന് വിശ്വസിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം താര അങ്ങോട്ടേക്ക് വന്നിട്ട് എന്തോന്ന് വിശ്വസിക്കാൻ, എങ്ങോട്ട് എസ്കേപ്പ് ആവാൻ പോകുന്നു, എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നിങ്ങനെ ചോദിക്കുമ്പോൾ ടോങ് സംസാരിച്ച കാര്യങ്ങളെല്ലാം സത്യമാണോ, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് മാർക്ക് താരയോട് ചോദിക്കുകയാണ്. ആ സമയം താര, ഇവനുണ്ടേ തന്നെ 21 വയസ്സാകുകയല്ലേ, അതുകൊണ്ട് തന്നെ അവൻ്റെ ആ ഒരു ഗോൾഡൻ ബ്ലഡിൻ്റെ പവറെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ഇവനൊരു മനുഷ്യനായതുകൊണ്ട് തന്നെ ആ ഒരു പവറിൻ്റെ ഇത് വെച്ചിട്ട് അവന് ദേഷ്യം തോന്നാനും ഹാലൂസിനേഷൻ തോന്നാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അവനെ റൂമിൽ തന്നെ പൂട്ടിയിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ ഇങ്ങനത്തെ കാര്യങ്ങളും പറയുന്നത്. അതുകൊണ്ട് നീ അവൻ പറയുന്നതെന്ന് കാര്യമാക്കാൻ നിൽക്കണ്ടെന്ന് താര ഇങ്ങനെ കള്ളം പറയുന്നുണ്ട്. ആ സമയം ടോങ് പറയുന്നുണ്ട് മാർക്ക് അങ്ങനെയൊന്നും അല്ലാന്ന്. എന്നാൽ മാർക്ക് ടോങ് പറയുന്നത് കേൾക്കുന്നില്ല. താര ആ സമയം, മാർക്ക് ഞാനാണെങ്കിൽ നിൻ്റെ ലവറിന് അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് നിനക്ക് നന്നായിട്ട് അറിയാമായിരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ മാർക്ക്, അറിയാം, പിന്നെ ഞാൻ നഗാനെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, എല്ലാം ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. താര അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം ടോങ് മാർക്കിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിനക്കാണെങ്കിൽ എന്നെ വിശ്വാസമില്ലേ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാനായിട്ട് പറയാണ്. എന്നാൽ മാർക്കാണെങ്കിൽ ഒന്നും പറയാതെ പോകാൻ നിൽക്കുമ്പോൾ ടോങ് ആണെങ്കിൽ നീ ഇപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നീയും ഞാനും തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാലും അത് കേട്ടിട്ടും മാർക്ക് അവിടെ നിന്ന് നടന്നു പോവുകയാണ്. ആ സമയം ടോങ് ആണെങ്കിൽ മാർക്കൊന്ന് ഉറക്കം വിളിക്കുന്നുണ്ട്. എന്നാൽ അവനൊന്നും കേൾക്കുന്ന പോലുമില്ല. അങ്ങനെ മാർക്ക് നടന്നു പോകുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ഡോറിൻ്റെ അവിടെയായിട്ട് ഒരാൾ നിൽക്കുന്ന നിഴലും നമ്മളപ്പോൾ കാണിക്കുന്നുണ്ട്. അവിടെ നിന്ന് നേരെ മാർക്കിനെയും താരേനെയും കാണിക്കുമ്പോൾ ഇവരിപ്പോൾ നേരെ നടന്നു വരുന്നത് നഗാൻ്റെ ബോഡി കിടക്കുന്നതിൻ്റെ അടുത്തായിട്ടാണ്. അവൻ്റെ ബോഡി ഇങ്ങനെ തുണിയിലൊക്കെ ഇങ്ങനെ കവർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തുമ്പോഴത്തേക്കും ഇതുപോലെ മാർക്ക് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ താര അവൻ്റെ അടുത്ത് ഹാലൂസിനേഷനൊക്കെ വന്നിട്ടാണ് ടോങ് ഇങ്ങനെ സംസാരിക്കുന്നതെന്നും ആ പവർ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ അതെപ്പോൾ ഓക്കെ ആവും, അവൻ ഓക്കെ ആയിരിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം താര, നിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും എന്ന് പറയാതിരുന്നതിന് സോറി, പക്ഷേ അവൻ എത്ര പെട്ടെന്ന് ഓക്കെ ആവും, പേടിക്കേണ്ട, മറ്റു ഗോൾഡൻ ബ്ലഡിലുള്ള ആൾക്കാരും ഇങ്ങനെ തന്നെ ആയിരുന്നു, എല്ലാവരും ഓക്കെ ആവും എന്ന് പറയുന്നുണ്ട്. ആ സമയം മാർക്കാണെങ്കിൽ മറ്റു ഗോൾഡൻ ബ്ലഡിലുള്ള ആൾക്കാരെല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്തില്ലേ, അവരെല്ലാവരും ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം നഗാൻ അവരുടെ അടുത്ത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞാണ് 21 വയസ്സായതിനു ശേഷം താര അവരുടെ ബ്ലഡ് കുടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിനുശേഷം നമ്മൾ ആരും തന്നെ മറ്റൊരു ഗോൾഡൻ ബ്ലഡുള്ള ആൾക്കാരെയും കാണാത്തതെന്ന്. അതുകൊണ്ട് തന്നെ മാർക്ക് ഇപ്പോൾ താരയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അവരെവിടെയാണെന്ന്. കാരണം അവന് ഡൗട്ടുണ്ട് നല്ലതുപോലെ. ആ സമയം താര, അവരെല്ലാവരും എബ്രോഡ് സേഫായിട്ടിരിക്കാനായിട്ട് അയച്ചേക്കാണ്, അവരെല്ലാവരും സേഫാണെന്ന് പറയുന്നുണ്ട്. മാർക്കപ്പോൾ അവർ സേഫാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതേന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം താര നഗാനെ കവർ ചെയ്തിരിക്കുന്ന ആ ഒരു തുണി മാറ്റുമ്പോഴത്തേക്കും അവിടെ നഗാനായിരുന്നില്ല ഉണ്ടായിരുന്നത്. ആ സമയം മാർക്ക്, നിങ്ങൾ ഈ സേഫ് എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി, നിങ്ങൾ ആരാണെന്നും എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. ആ സമയമാണ് നമ്മൾ മറ്റൊരു സീനും കാണിക്കുന്നത്. നഗാനും മാർക്കും സംസാരിക്കുന്ന ടൈമിന് മാർക്കാണെങ്കിൽ നഗാൻ പറയുന്നത് നേരെ വിശ്വസിക്കാത്തത് കൊണ്ട് തന്നെ താര ആ ഒരു ഗോൾഡൻ ബ്ലഡ് കുടിച്ചിട്ട് കൊന്ന ആ ആൾക്കാരുടെ ബോഡിയെല്ലാം എവിടെയാണ് ഇട്ടേക്കുന്നത് അങ്ങോട്ടേക്ക് നഗാനാണെങ്കിൽ മാർക്കിനെ കൊണ്ടുപോയിട്ട് അവിടെ കുഴിച്ചിട്ട് അവരുടെ അസ്ഥികുടങ്ങൾ കിടക്കുന്നത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ കണ്ടപ്പോഴാണ് മാർക്കിന് 100% ഉറപ്പാവുന്നത് താര അവർ വിചാരിക്കുന്ന പോലെ ഒരാളല്ലാന്നും എല്ലാവരും ഇത്രയും കാലം തെറ്റിദ്ധരിച്ചാണ് ഇരുന്നതെന്നും. അങ്ങനെ അവർ അസ്ഥി കൂടെ ഇപ്പോൾ കണ്ടതുകൊണ്ട് തന്നെ മാർക്ക് നഗാൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, പിന്നെ നീ എന്താണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും മറ്റാരടുത്തും പറയാത്തത്, ഞങ്ങളാരും ഇതുവരെ ഇതിനെക്കുറിച്ച് ഒരു അറിവും കിട്ടാതിരിക്കുമായിരുന്നല്ലോ എന്ന്. ആ സമയം നഗാൻ പറയുന്നുണ്ട്, താരയുടെ വഴികളിലെല്ലാം ആരൊക്കെ തന്നെ കയറുന്നോ അവരെ എല്ലാവരും തന്നെ താര നശിപ്പിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മുന്നിൽ വരാത്തത്. പിന്നെ എനിക്ക് താരയുടെ അടുത്ത് റിവെഞ്ച് എടുക്കാനുണ്ടായിരുന്നു, കാരണം ഒരു ഗോൾഡൻ ബ്ലഡിൻ്റെ പേരും പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്തിനെയാണ് താര കൊന്നു കളഞ്ഞത്, അതിൻ്റെ ദേഷ്യം എനിക്ക് അവരുടെ അടുത്തുണ്ട്. എന്നാൽ അവരുമായിട്ട് ഇപ്പോൾ ഫൈറ്റ് ചെയ്യാൻ എനിക്ക് നിന്നെ വേണം, നീയാണ് അതിന് പറ്റിയ ആൾ, കാരണം നീ ഓൾറെഡി ടോങ്ങിൻ്റെ ആ ഒരു ഗോൾഡൻ ബ്ലഡ് കുടിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ പ്രസൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ടോങ്ങിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ ആ റൂമിൽ മാർക്കും അവനെ ഇട്ടിട്ട് പോയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുകയാണ്. ആ സമയമാണ് അങ്ങോട്ടേക്ക് നഗാൻ വന്നിട്ട് അവിടെ നിന്ന് സെക്യൂരിറ്റി ഗാർഡ്സിനെ എല്ലാം അടിച്ചിട്ടിട്ട് ടോങ്ങിനെയും കൊണ്ട് പോകാൻ നിൽക്കുന്നത്. എന്നാൽ ടോങ്, ഞാൻ നിൻ്റെ കൂടെ വരത്തില്ല, നീ എൻ്റെ ബ്ലഡ് കുടിക്കാനായിട്ട് പോവല്ലേ എന്ന് പറയുമ്പോൾ നഗാനാണെങ്കിൽ അങ്ങനെയൊന്നും അല്ല, നിന്നെ രക്ഷിക്കാനായിട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ടോങ് ആണെങ്കിൽ ദേഷ്യത്തിൽ, നീയാണെങ്കിൽ രക്ഷിക്കാൻ വന്നതാണെങ്കിൽ പോലും നീ എൻ്റെ ഫ്രണ്ട് ടോങ്ക്ലേനെ കൊന്നു കളഞ്ഞാനാ, അത് ഞാൻ മറന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ നഗാനാണെങ്കിൽ എനിക്കറിയാം ഞാൻ അവനെ കൊന്നു, അതെനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കായിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവത്തില്ല, കാരണം മാർക്ക് നിന്നെ രക്ഷിക്കാനായിട്ട്
അവൻ്റെ ലൈഫ് തന്നെ റിസ്കിലാക്കിയിരിക്കുക. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ താര നിന്നെയും കൊല്ലും, വാ നമുക്ക് പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ടോങ്ങിനെയും വിളിച്ചുകൊണ്ടാവും പോകുന്നുണ്ട്. അതേസമയം താര മാർക്കിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നില്ലേ, അപ്പോൾ പിന്നെ ആ പവർ എനിക്ക് കിട്ടണ്ടേ, പിന്നെ നീ എന്നെ അനുസരിക്കേണ്ട ആളാണെന്നൊക്കെ. ആ സമയം മാർക്ക്, ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾ പറയുന്ന അനുസരിച്ച് തന്നെ, എന്നാൽ ഇനി ഒരിക്കലും നിങ്ങൾ പറയുന്ന ഞാൻ അനുസരിക്കത്തുമില്ല, നിങ്ങൾക്ക് ആ ഗോൾഡൻ ബ്ലഡ് തരത്തുമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഞങ്ങളെ എതിർത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നിനക്കറിയാലോ എന്നിങ്ങനെ താര പറയുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് കുറേ വാമ്പയേഴ്സ് വരുന്നുണ്ട്. താര എന്നിട്ട് എന്ത് ചെയ്യണോ നീ തന്നെ തീരുമാനിക്കുക, എന്നെ അനുസരിച്ചാൽ ടോങ്ങിനൊന്നും സംഭവിക്കത്തില്ല എന്ന് പറയാണ്. ആ സമയം മാർക്ക് ചിരിച്ചുകൊണ്ട്, ടോങ്ങിന് അല്ലെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല, കാരണം ടോങ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലല്ല നഗാൻ്റെ കൂടെ ഉള്ളതെന്ന് പറയുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് താര അവരുടെ പവർ യൂസ് ചെയ്യാണ്. അതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ടോങ്ങും നഗാനും കൂടെ ആയിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആയെന്ന്. അങ്ങനെ ഉടനെ തന്നെ അവിടെ വന്നിരിക്കുന്ന വാമ്പേഴ്സിൻ്റെ അടുത്ത് പോയി ടോങ്ങിനെ ക്യാച്ച് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ആ ടൈം കൊണ്ട് മാർക്ക് അവരെ എല്ലാവരുമായിട്ട് ഫൈറ്റ് തുടങ്ങാണ്. അങ്ങനെ അവരെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടാതെ അവൻ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ടൈമിന് അവർ കുറേ പേരുള്ളത് കൊണ്ട് തന്നെ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് മാർക്കിനെ അങ്ങ് അടിച്ച് താഴേക്ക് ഇടുന്നുണ്ട്. അവനെ പിടിച്ചു വെക്കുന്നുമുണ്ട്. വീണ്ടും നഗാനെയും ടോങ്ങിനെയും കാണിക്കുമ്പോൾ അവരിപ്പോൾ കാറിൽ പോകുന്ന ടൈമിൽ ടോങ് ആണെങ്കിൽ മാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടല്ലേ, നീ എന്താ നിൽക്കാതെ, എനിക്കാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകണം, അവനെന്തെങ്കിലും പറ്റിയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം നഗാൻ മര്യാദയ്ക്ക് ഇരിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ ടോങ് പിന്നെ ഇത് തന്നെ പറയുമ്പോൾ നഗാൻ ദേഷ്യം വന്നിട്ട് മിണ്ടാതിരിക്കാനേ വീണ്ടും പറയുന്നുണ്ട്. ആ സമയം ടോങ് ആണെങ്കിൽ, ഒരാളെ ഒന്നും കാണാതെ ഒരു മനസാക്ഷി ഇല്ലാതെ കൊന്നു കളഞ്ഞ് നിനക്കാണെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അവൻ ഉദ്ദേശിക്കുന്ന ടോങ് തന്നെയാണ്. ആ ടൈമിന് നഗാൻ അവൻ്റെ ഫോണിൽ കുറച്ച് നേരം മുമ്പേ മാർക്ക് റെക്കോർഡ് ചെയ്ത് ഒരു ഓഡിയോ കേൾപ്പിക്കുകയാണ്. അതിൽ മാർക്ക് പറയുന്നുണ്ടായിരുന്നു ടോങ്ങിൻ്റെ അടുത്താണ് സംസാരിക്കുന്നത്, ടോങ് നീയാണെങ്കിൽ ഇപ്പോൾ നഗാൻ്റെ കൂടെ പോയേക്ക്, ഇപ്പോൾ അവൻ്റെ കൂടെയാണ് ഏറ്റവും സേഫ്, അവൻ നിന്നെ ഒന്നും ചെയ്യത്തില്ല, നീ അവൻ്റെ കൂടെ ഓക്കെ ആയിരിക്കും, എല്ലാ പ്രശ്നവും കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം, നീയാണെങ്കിൽ സേഫായിട്ടിരിക്കാനായിട്ട് പറയാണ്. അങ്ങനെ ആ ഒരു ഓഡിയോ കേട്ട് കഴിയുമ്പോഴത്തേക്കും ടോങ് ഒന്ന് സമാധാനിക്കുന്നുണ്ട്. അതിനുശേഷം മാർക്കിനെ കാണിക്കുമ്പോൾ ഇപ്പോൾ താരയാണെങ്കിൽ അവനെ റൂമിൽ കെട്ടിയിട്ടേക്കുമായിരുന്നു. താരയുടെ ആൾക്കാർ അവനെ ഉപദ്രവിക്കുന്നതുകൊണ്ട് ആ സമയം താര വന്നിട്ട്, നിനക്കിവിടെ കിടന്ന് കഷ്ടപ്പെടണോ അതോ അവൻ എവിടെയാണുള്ളതെന്നും തുറന്ന് പറയണോ എന്ന് നീ തന്നെ ആലോചിക്കുക, ടോങ്ങിനെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ ഞാൻ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ മാർക്ക് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ പറയത്തില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. താരയെ നീ ആലോചിക്കാനായിട്ട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. നഗാനും ടോങ്ങും കൂടെ ആയിട്ട് ഒരു ഹോട്ടൽ റൂമിലേക്ക് വന്നൊക്കെയാണ്. അവിടെ വെച്ചിട്ട് ടോങ് ആണെങ്കിൽ ഫുൾ ടെൻഷനായി നിൽക്കുന്ന കാണുമ്പോൾ നഗാനാണെങ്കിൽ ഞാൻ നിന്നെ ഒന്നും ചെയ്യത്തില്ല പേടിക്കണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ടോങ് അതല്ല ഞാൻ മാർക്കിനെ കുറിച്ചോർത്ത് ടെൻഷൻ അടിച്ചാണെന്ന് പറയുന്നുണ്ട്. ആ സമയം നഗാൻ നീ പേടിക്കേണ്ട, അവൻ സേഫ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ടോങ് ആ സമയം നിനക്ക് പോയിട്ട് അവനൊന്ന് സേവ് ചെയ്യാൻ പറ്റുമെന്ന് വയ്ക്കുമ്പോൾ എനിക്ക് പറ്റത്തില്ല, പക്ഷേ അവനെ രക്ഷിക്കാനായിട്ട് ഞാനൊരാളെ അയച്ചിട്ടുണ്ടെന്ന് പറയാണ്. ആ ടൈമിനാണ് ആ ഒരു സ്ഥലം കാണിക്കുന്നത്. മാർക്കിനെ പൂട്ടിയിട്ടേക്കുന്ന റൂം, അവിടെ ഫ്രണ്ടിലായിട്ട് ആരോ വന്ന് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതേ ടൈമിന് തന്നെ മാർക്കിൻ്റെ പൂച്ചക്കുട്ടി, ആ പൂച്ചക്കുട്ടിയാണെങ്കിൽ മാർക്കുള്ള റൂമിൻ്റെ അകത്തേക്ക് കയറിയിട്ട് മാർക്കിന് എസ്കേപ്പ് ആവാനായിട്ടുള്ള താക്കോല് അവൻ ഇട്ട് കൊടുത്തിട്ട് പോവുകയും ചെയ്യാണ്. നഗാൻ ആക്ച്വലി ആ പൂച്ചക്കുട്ടീനെ എന്തോ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് ചെയ്ത പരിപാടിയായിരുന്നു. അങ്ങനെ ആ താക്കോലും വെച്ച് അവൻ്റെ കയ്യിലെ കെട്ടഴിച്ചിട്ട് അവൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. അവൻ എസ്കേപ്പ് ആവുന്ന താര കണ്ടിട്ട് അവിടെ നിൽക്കുന്ന വാമ്പേഴ്സിൻ്റെ അടുത്ത് അവനെ ഫോളോ ചെയ്യാനും അവനാണെങ്കിൽ എങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചിട്ട് ടോങ് എവിടെയാണുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നും അവർ പറയുന്നുണ്ട്. അടുത്ത് പിന്നീട് നഗാനെയും ടോങ്ങിനെയും കാണിക്കുമ്പോൾ അവരിങ്ങനെ റൂമിൽ ഇരിക്കുന്ന ടൈമിനാണ് ആരോ കോളിംഗ് ബെൽ അടിക്കുന്നത്. അങ്ങനെ നഗാൻ ടോങ്ങിൻ്റെ അടുത്ത് പോയിട്ട് മറങ്ങിയിരിക്കാനായിട്ട് പറയുന്നുണ്ട്. കാരണം അവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആരെങ്കിലും ആണെങ്കിലോ. അങ്ങനെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അത് മറ്റാരും ആയിരുന്നില്ല, വെയിറ്റർ ആയിരുന്നു. അങ്ങനെ വെയിറ്റർ ഇവർക്ക് ഫുഡ് കൊടുത്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ആ സമയം അവിടെ ജനൽ വഴി മാർക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട്. മാർക്കിനെ കണ്ടതും ടോങ് പോയിട്ട് ഹഗ് ചെയ്തിട്ട് അവർ കിസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ തിരിഞ്ഞു നോക്കുന്നതും നഗാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ്റെ പണി കഴിഞ്ഞപ്പോൾ അവൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോങ് മാർക്കിനെ പിടിച്ചിരുത്തിയിട്ട് അവൻ്റെ മുറിയിലെല്ലാം മരുന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ സമയം നിനക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടത്തില്ലായിരുന്നു, എനിക്ക് നല്ല ദേഷ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം മാർക്കാണെങ്കിൽ എൻ്റെ അടുത്തുനിന്ന് ക്ഷമിച്ചോടെ നോക്കുമ്പോൾ ഞാൻ ക്ഷമിക്കാം, കാരണം നീ ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലേ, ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുകയാണെങ്കിലും നിന്നോട് ഒരുമിച്ചുണ്ടാകാൻ പറ്റുമെങ്കിൽ ഞാൻ ഏത് അറ്റം വരെയും പോകാൻ തയ്യാറാണ്, നീയോ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പ്രോമിസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവർ കിടന്ന് ഉറങ്ങുന്നുണ്ട്. പിറ്റേ ദിവസം എഴുന്നേൽക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് കുറച്ച് നേരം ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആയിരുന്നു. ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നു, ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ കുറച്ച് ടൈം മുന്നോട്ട് പോയി എന്ന് പറയാം, വേണമെങ്കിൽ കുറച്ച് ദിവസം മുന്നോട്ട് പോയി എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു ദിവസം നഗാനും മാർക്കും മീറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയം നഗാനാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നീ അത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ മാർക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നഗാനാണെങ്കിൽ ചെയ്തേ പറ്റത്തുള്ളൂ, ടോങ്ങിനെ കൊല്ലൂ എന്ന് പറഞ്ഞിട്ടല്ലേ നിന്നെ അവനെ ഞാൻ ഒരുമിച്ച് ഇത്രയും ദിവസം നിങ്ങൾ പിരിയുന്നതിന് മുമ്പേ ഒന്ന് ഒരുമിച്ചുണ്ടാവാനായിട്ട് വിട്ടത്, ഇനിയിപ്പോൾ നീ അത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം മാർക്ക് എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നഗാനാണെങ്കിൽ നിനക്ക് സിറ്റുവേഷൻ അറിയാമെന്നുള്ളതല്ലേ, എങ്ങനെയായാലും താര നിങ്ങളുടെയും എൻ്റെ അടുത്തൊക്കെ എത്തും, ടോങ് മരിച്ചാലേ ഇതൊക്കെ അവസാനിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ താര ഒരാളെയും വെറുതെ വിടത്തില്ല, ഇത് നീയും ഞാനും ഓൾറെഡി സംസാരിച്ച കാര്യമാണ്, ഇനിയിപ്പോൾ നീ അവനെ കൊന്നില്ലെങ്കിൽ അവനെ ഞാൻ കൊല്ലൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം മാർക്കിന് നല്ല ദേഷ്യം വന്നിട്ട് അവൻ നഗാനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ടോങ്ങിൻ്റെ അടുത്തേക്കും തിരിച്ചു വരുന്നുണ്ട്. അവർ താമസിക്കുന്ന ആ ഒരു
റിസോർട്ട്. അവിടെ പുറത്ത് സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തായിട്ടിരിക്കുന്ന ടൈമിന് മറ്റൊരു ഫാമിലി അവിടെ ഇങ്ങനെ ഇരിക്കുന്ന കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ടോങ് പറയുന്നുണ്ട്, നിനക്ക് അതുപോലൊരു ഫാമിലി വേണമെന്ന് തോന്നിയിട്ടില്ലേന്ന്. ആ സമയം മാർക്ക്, മുമ്പെൻ്റെ ഫാമിലി താരയായിരുന്നു, അതുകൊണ്ട് തന്നെ മറ്റൊരു ഫാമിലി വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പോഴത്തെ എൻ്റെ ഫാമിലി നീയാണെന്ന് പറയുമ്പോൾ ടോങ് ആണെങ്കിൽ, എനിക്കും അങ്ങനെ തന്നെ, എനിക്ക് നിന്നോട് ഒരു കുഞ്ഞ് വീട്ടിൽ താമസിക്കണമെന്ന് ആഗ്രഹം. അതിൻ്റെ അകത്ത് എൻ്റെ ഇഷ്ടമുള്ള ലൈബ്രറി വേണം, പിന്നെ നീ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നിൻ്റെ കുറേ സാധനങ്ങൾ എല്ലാം വെച്ചിട്ട് നമുക്ക് നല്ല ഹാപ്പിയായിട്ട് ജീവിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അവരാണെങ്കിൽ അവരുടെ റൂമിലേക്ക് തിരിച്ച് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അവർ ഒരുമിച്ച് ബാട്ടബിൽ കുളിക്കുവാണ്. ആ ടൈമിന് ടോങ് ആണെങ്കിൽ മാർക്കിൻ്റെ അടുത്ത്, നിനക്ക് ഏതെങ്കിലും സൂപ്പർ പവർ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏതായിരിക്കും നീ ചൂസ് ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ, അത് ടൈം നിർത്താൻ പറ്റുക, കാരണം എനിക്കെങ്കിൽ എപ്പോഴും ഇങ്ങനെ തന്നെ നിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ്, അത് എനിക്കും ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ മാർക്ക്, നിനക്കെന്ന് സൂപ്പർ പവറാണ് വേണ്ടേന്ന് ചോദിക്കുന്നുണ്ട്. ടോങ് അപ്പോൾ, എനിക്ക് നിന്നെപ്പോലെ ആവണം, മരണമില്ലാത്തൊരാൾ, അതാകുമ്പോൾ ലൈഫ് ലോങ് നിൻ്റെ കൂടെ എപ്പോഴും എനിക്കിങ്ങനെ ഉണ്ടാകാൻ പറ്റുമല്ലോ എന്ന് പറയാണ്. അങ്ങനെ അതും പറഞ്ഞിട്ട് അവർ കിസ് ചെയ്ത് ചെറുതായിട്ട് ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. എന്നിട്ട് അവരിങ്ങനെ അവിടെ തന്നെ ഇരിക്കുന്ന സമയത്ത് ടോങ് മാർക്കിനോട് ചോദിക്കുകയാണ്, മുമ്പത്തെക്കാളും നമ്മുടെ ലൈഫിൽ ഇപ്പോൾ എന്ത് ഡിഫറൻസ് ആണ് വന്നതെന്ന്. ആ സമയം മാർക്ക് പറയുന്നുണ്ട്, മുമ്പ് നമുക്ക് പല കാര്യങ്ങളും പേടിക്കേണ്ടതായിട്ടൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പം അങ്ങനെയൊന്നുമില്ല, നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാമല്ലോ, നമ്മളിപ്പോൾ ഹാപ്പി ആയിട്ടല്ലേ മുന്നോട്ട് പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അവിടെ ഉണ്ടായിരുന്നൊരു പ്ലാസ്റ്റിക് ചെടി, അതിൽ നിന്ന് ഒരു ചെറിയൊരു കമ്പിയുടെ ഒരു കഷ്ണം എടുത്തിട്ട് അതിങ്ങനെ മോതിരം പോലെ ആക്കിയിട്ട് ടോങ് മാർക്കിൻ്റെ കൈ ഇട്ട് കൊടുത്തിട്ട്, തൽക്കാലത്തേക്ക് ഇതിരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ലൈഫ് എവിടെ എത്തുമെന്ന് എനിക്കൊരു ഐഡിയയും ഇല്ല, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എല്ലാം അവസാനിക്കുമല്ലേ എന്നിങ്ങനെ വിഷമിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോഴാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. നേരത്തെ നഗാനും മാർക്കും ടോങ്ങും മരിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത് അവർ താമസിക്കുന്ന അടുത്തായിട്ടുള്ളൊരു സ്ഥലത്ത് വെച്ച് തന്നെയാണ്. ടോങ്ങും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നതെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ടോങ്ങിന് മനസ്സിലായതാണ് താൻ മരിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും സേഫ് ആവുമെന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടോങ് ആണെങ്കിൽ മാർക്കിൻ്റെ അടുത്ത്, ഞാൻ മരിച്ചാൽ എല്ലാം ഓക്കെ ആവുമല്ലോ, നീയാണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറയാണ്. ആ സമയം മാർക്ക്, അങ്ങനെയൊന്നുമില്ല ടോങ്, ഒന്നും സംഭവിക്കത്തില്ല, ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്തോളാം എന്ന് പറയാണ്. എന്നാൽ ടോങ് ആണെങ്കിൽ, ഞാൻ ഒരു മനുഷ്യനാണ്, ഞാൻ എന്നായാലും മരിക്കേണ്ടതാ, നീ ഒരു വാമ്പയറാ, നമുക്ക് എന്തായാലും ലൈഫ് ലോങ് മുഴുവൻ ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം മാർക്ക്, നിനക്ക് എത്ര വയസ്സായാലും ശരി ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ടോങ്, അത് ശരിയാവത്തില്ല മാർക്ക്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിയും, ഇനിയിപ്പോൾ നിനക്കത് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നഗാനോട് പറയും, അവൻ ചെയ്യും, എനിക്കത് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം മാർക്കാണെങ്കിൽ അവൻ ഹഗ് ചെയ്തിട്ട്, ഇല്ല ഞാൻ നിന്നെ ഒരിക്കലും വിട്ടു കിടക്കത്തില്ല, ഞാൻ നിന്നെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യും, നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ജനിച്ചത്, അക്കാര്യത്തിൽ എനിക്കൊരു ഡൗട്ടും ഇല്ല, നമ്മൾ എങ്ങോട്ട് പോവുകയാണെങ്കിലും ഒരുമിച്ചുണ്ടാവും എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാലും ടോങ്, അത് വേണ്ട, നമ്മുടെ എൻഡിങ് ഇങ്ങനെ തന്നെ അങ്ങ് നിൽക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം മാർക്കും ടോങ്ങും കൂടെ ആയിട്ട് അവൻ്റെ കാറിൽ എങ്ങോട്ടേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ആ സമയം ടോങ് ആണെങ്കിൽ, എന്നെ കൊന്നു കഴിഞ്ഞാൽ അതോടെ എല്ലാം അവസാനിക്കും, പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫ് നമ്മൾ ഈ വായിച്ച റൊമാൻറ്റിക് നോവൽസ് പോലെയൊന്നുമല്ല, മൊത്തം ട്രാജഡി ആണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം മാർക്ക് ടോങ്ങിൻ്റെ കൈ പിടിച്ചിട്ട്, നമ്മുടെ എൻഡിങ് എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ്, നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ മാർക്കപ്പോൾ ഒന്നും പറയുന്നില്ല. പിന്നീട് മാർക്ക് ടോങ്ങിനെയും കൊണ്ട് നഗാനുള്ള ഒരു സ്ഥലത്തേക്ക് വരാണ്. അവിടെ വെച്ചിട്ട് മാർക്ക് ടോങ്ങിൻ്റെ അടുത്ത്, നീ നഗാൻ്റെ കൂടെ ഇവിടം വിട്ട് പൊക്കോ, അങ്ങ് ദൂരെ പൊക്കോ, ഈ ലോകത്ത് വേറെ എവിടെയെങ്കിലും, നീ ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരരുത്, താരയുടെ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നോക്കിക്കോളാം, ഇനി ഒരിക്കലും തിരിച്ചു വരരുത്, നമുക്കിനി ഒരുമിച്ച് ഉണ്ടാകാൻ പറ്റിയില്ലെങ്കിൽ പോലും നീ സേഫാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് തന്നെ സമാധാനം, എന്തായാലും നിന്നെ എനിക്ക് കൊല്ലാൻ പറ്റത്തില്ല, ഞാനത് ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ്, പക്ഷേ നമ്മളെപ്പോഴും ഒരുമിച്ചുണ്ടാവും എന്നല്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോൾ മാർക്ക്, അത് നടക്കുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരരുത്, ഇതുവഴി സേഫായിട്ട് നീ അങ്ങ് പൊക്കോണമെന്ന് പറഞ്ഞിട്ട് നഗാൻ്റെ കൂടെ ടോങ്ങിനെ പറഞ്ഞിടാണ്. ആ സമയം നഗാനാണെങ്കിൽ, നമ്മൾ ഇതല്ല പ്ലാൻ ചെയ്തിരുന്നത്, ഇതല്ല സംസാരിച്ചത് എന്നിങ്ങനെ ദേഷ്യത്തിൽ പറയുന്നുണ്ട്. ആ സമയം, ഞാനെല്ലാം നോക്കിക്കൊള്ളാം, താരയുടെ കാര്യം ഞാൻ ശരിയാക്കിക്കൊള്ളാം എന്ന് മാർക്ക് പറയുന്നുണ്ട്. അതിനുശേഷം നഗാനും ടോങ് അവിടെ നിന്ന് പോവാണ്. അവർ ഒരുമിച്ചല്ല പോയത്, സെപ്പറേറ്റ് ആണ്. ടോങ്ങിന് അവനാണെങ്കിൽ ഒരു കാർ കൊടുക്കുകയാണ് ചെയ്തത്, ടോങ്ങിന് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോകാനായിട്ട്. അങ്ങനെ മാർക്കും അവൻ്റെ കാറെടുത്ത് പോകുന്ന ടൈമിൽ താരയും താരയുടെ ആൾക്കാരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരെല്ലാവരും മാർക്കിനെ അറ്റാക്ക് ചെയ്ത് പിടിച്ചു വയ്ക്കുകയാണ്. ആ സമയം താര വന്നിട്ട്, എനിക്ക് എന്ത് വേണമെങ്കിലും അത് നേടാനായിട്ട് ഞാൻ ഏത് അറ്റം വരെയും പോകുന്നു, നിനക്കറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് താരയുടെ ആൾക്കാരെടുത്ത് ആ വണ്ടി ചെക്ക് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ചെക്ക് ചെയ്തപ്പോൾ ടോങ് അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ താര ഒന്ന് ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് മാർക്കിൻ്റെ അടുത്ത്, അവൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അത് പറയത്തില്ല, നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു ഗോൾഡൻ ബ്ലഡ് കിട്ടത്തില്ല എന്ന് മാർക്ക് പറയുന്നുണ്ട്. ആ സമയം താര എനിക്കൊരു കത്തിയെടുത്ത് അവൻ്റെ വയറ്റിലേക്ക് കുത്തുന്നുണ്ട്. എന്നിട്ട് താര പറയുന്നുണ്ട്, നമ്മൾ മരിക്കത്തില്ലെങ്കിൽ പോലും മനുഷ്യന്മാർ അനുഭവിക്കുന്ന അതേ വേദന നമ്മളും അനുഭവിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ വയറ്റിലേക്ക് ആ കത്തി നല്ല ഇറുക്കി കുത്തുന്നുണ്ട്. എന്നിട്ട് ആ ഒരു കത്തി വലിച്ച് പുറത്തെടുത്തിട്ട്, നിൻ്റെ ഈ ഞാനങ്ങ് മുറിച്ച് കളയട്ടെ, എങ്കിൽ പിന്നെ ഒരിക്കലും നിനക്ക് നിൻ്റെ പവർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മൾ മുമ്പുള്ള എപ്പിസോഡിൽ കണ്ടതാണ്, ടോങ്ങിന് പരിക്ക് പറ്റുന്ന ടൈമിനെല്ലാം മാർക്ക് ആ മുറിവ് പറ്റിയിടത്ത് കിസ് ചെയ്യാറുണ്ട്. ആ ടൈമിലായിരുന്നു അവൻ്റെ മുറിവെല്ലാം ഉണങ്ങിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ വായ്പ മുറിച്ച് കളഞ്ഞാൽ ഇനിയിപ്പോൾ ഒരിക്കലും ആ ഒരു പവർ വർക്കാവത്തില്ല. അതുകൊണ്ട് തന്നെ അടുത്ത് ആരാ ഞാൻ അങ്ങനെ ചെയ്യട്ടെ എന്നിങ്ങനെ ചോദിക്കുന്നത്. എന്നാൽ മാർക്കൊരു മടിയും കൂടാതെ ചെയ്തോളാനായിട്ട് പറയുന്നുണ്ട്. ഇതേ സമയം മാർക്കിന് ഒറ്റയ്ക്കിടാനായിട്ട് തോന്നാത്തതുകൊണ്ട് തന്നെ
നേരെ ടോങ് പോയടുത്ത് നിന്ന് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോങ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് താരയുടെ അടുത്ത് എന്നെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവത്തില്ലേ എന്ന് പറയുന്നുണ്ട്. മാർക്ക് അപ്പം അങ്ങനെ ചെയ്യല്ലേ ടോങ്, പോകാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ടോങ് മാർക്കിൻ്റെ അടുത്ത് എനിക്കാണെങ്കിൽ നിന്നെ ഇങ്ങനെ ഒറ്റയ്ക്കിട്ടിട്ട് പോകാൻ പറ്റത്തില്ല, എനിക്ക് നിൻ്റെ കൂടെ ഒരുമിച്ച് ജീവിക്കണം, ഒരു ഫ്യൂച്ചർ വേണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. പക്ഷേ നടക്കത്തില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പോയി കഴിഞ്ഞാലും എനിക്ക് വേണ്ടിയിട്ട് നീ ജീവിക്കണം, എനിക്ക് നിന്നെ ഇനി ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ടോങ് അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. ആ സമയം മാർക്ക് പോവല്ലേ എന്ന് പറഞ്ഞിട്ട് ടോങ്ങിൻ്റെ കൈ പിടിച്ച് തടയുന്നുണ്ട്. എന്നാൽ താരയാണെങ്കിൽ പോകാമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് കൊണ്ട് തന്നെ ടോങ് ആണെങ്കിൽ അങ്ങ് പോകുന്നുണ്ട്. മാർക്കിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം താരയുടെ ആൾക്കാർ അവനെ പിടിച്ചു വെച്ചൊക്കെയാണ്. അങ്ങനെ ടോങ്ങിനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ.